ങ്ങളൊക്കെ അനുവദിച്ച് തരുന്ന തരത്തിൽ സംഘടനാ സ്വാതന്ത്ര്യം പ്രാപ്യമാകുന്ന തരത്തിലുള്ള അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അത് രൂപപ്പെടാനുള്ള കാരണം ഞങ്ങളൊക്കെ സഹിച്ച ത്യാഗത്തിൻ്റെ ഫലം തന്നെയാണ്. അപ്പം അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സമാധാനപരമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമാധാന ജീവിതം, വികസിത കേരളം എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം. അതിലേക്ക് ജനങ്ങളെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അത് അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക്, അവിടേക്ക് എത്താനുള്ള നിർദ്ദേശം കിട്ടുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യും. കേരളത്തിന്റെ കൂടി 100%. പിന്നെ അത് പറയാനില്ലല്ലോ. കേരളത്തിൻ്റെ കൂടി തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് പാർട്ടി എത്തിക്കുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ കേരളം എന്ന സംസ്ഥാനത്തോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള പാർട്ടിയുടെ കരുതൽ തന്നെയാണ്. ഏതെങ്കിലും നിലയിൽ അംഗീകാരം വൈകിപ്പോയെന്ന തോന്നലോ ഒരിക്കലുമില്ല. അംഗീകാരം നേരത്തെ എത്തിയോ വൈകി എത്തിയോ എന്നുള്ളത് പ്രസക്തമേ അല്ല. അംഗീകാരം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു, അതൊരു അംഗീകാരമാണ്. കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിന് പറ്റുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പാർട്ടി കരുതുന്നത് കൊണ്ടാണ് നമുക്കൊരു ചുമതല നൽകുന്നത്. അപ്പോൾ ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ തന്നെ പാർട്ടി നമ്മളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്, പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് വരുമ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് അതിനെ കാണുന്നത്. അത് വൈകി എന്നുള്ള യാതൊരു പ്രശ്നവുമില്ല അതിൽ. പൊതുവെ കേരളത്തിലെ കേരളത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പമല്ല, ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊപ്പമാണ് നിൽക്കാറ് എന്ന ഇടത് വിമർശനമൊക്കെ പൊതുവെ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ താല്പര്യം എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയമുണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ അടിത്തറ. അപ്പോൾ ആ രാഷ്ട്രീയ താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ അതിനുവേണ്ടി മാത്രമാകരുത് ഈ തരത്തിലുള്ള പദവികൾ എന്നുള്ളതാണ് കാണുന്നത്. അത് രാഷ്ട്രീയം അടിത്തറയാക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും അനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. പക്ഷെ അത് രാഷ്ട്രീയത്തിനുപരിയായി പൊതുസമൂഹത്തിന് വേണ്ടി ആയിരിക്കും. അതാണ് വ്യത്യാസം. ശരി.